Good morning all. Today we are going to learn 9th standard ഹിസ്റ്ററിയുടെ പാർട്ട് 3 ഭാഗമായ ഇന്ത്യൻ സമ്പദ്ഘടന വിവിധ മേഖലകളിലൂടെ എന്ന് പറയുന്ന ചാപ്റ്റർ 1 ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ബാക്കി ഭാഗമാണ് നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ ഇന്നലെ നമ്മൾ ദേശീയ വരുമാനത്തെ കുറിച്ചൊക്കെയാണ് പഠിച്ചത്. അപ്പോൾ ദേശീയ വരുമാനം കണക്കാക്കുന്ന രീതികളൊക്കെ നമ്മൾ പറയുകയുണ്ടായി. ഏതൊക്കെയാണ്? പ്രോഡക്റ്റ് മെത്തേഡ്, ഇൻകം മെത്തേഡ് ആൻഡ് എക്സ്പെൻഡിച്ചർ മെത്തേഡ്. ഉൽപ്പന്ന രീതി, വരുമാന രീതി ആൻഡ് ചെലവ് രീതി. ഓക്കെ, അപ്പോൾ എന്താണ് ഉൽപ്പന്ന രീതി അഥവാ പ്രോഡക്റ്റ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് ഒരു സാമ്പത്തിക വർഷം എന്ന് പറയുന്നത് നമുക്കറിയാം പ്രാഥമിക, ദ്വിതീയ, തൃതീയ മേഖലകളിൽ ഉത്പാദിപ്പിക്കപ്പെടുന്ന സാധനങ്ങളുടെയും സേവനങ്ങളുടെയും മൊത്തം പണമൂല്യത്തെ അടിസ്ഥാനമാക്കി വരുമാനം കണക്കാക്കുന്ന രീതിയെ ആണ് ഉൽപ്പന്ന രീതി എന്ന് പറയുന്നത്, അല്ലേ? അപ്പോൾ ഇതാണ് ഉൽപ്പന്ന രീതി. ഇത് എന്തിനാണ്? അതായത് വിവിധ മേഖലകളിൽ നിന്നും നമുക്ക് ദേശീയ വരുമാനത്തിലേക്കുള്ള സംഭാവന എത്രത്തോളമാണ് എന്ന് തിരിച്ചറിയുന്നതിനും അതാത് മേഖലകൾക്ക് അർഹമായ പ്രാധാന്യം ഉറപ്പുവരുത്തുന്നതിനുമാണ് ഈ ഒരു മെത്തേഡ് സഹായിക്കുന്നത്. ഏതാണ്? പ്രോഡക്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത് കൂടാതെ തന്നെ ദേശീയ വരുമാനം എങ്ങനെ കണക്കാക്കാം, അതായത് നാഷണൽ ഇൻകം എങ്ങനെയാണ് കണക്കാക്കുന്നതെന്ന് ചോദിച്ചാൽ ഈ 3 മേഖലകളുടെയും സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ആകെ പണമൂല്യമാണ് വരുമാനം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതായത് ഇവിടെ നാഷണൽ NI എന്ന് പറയുന്നത് X1 പ്ലസ് X2 പ്ലസ് X3 പ്ലസ് X4 അങ്ങനെ കൊടുത്തിട്ട് അങ്ങനെ പോവുകയാണ്, അല്ലെ? അപ്പോൾ ഇത് രാജ്യത്തിന്റെ ഇതെന്ന് പറയുന്നത് എന്താണ്? ഇത് പ്ലസ് XN എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പൊ എന്നത് രാജ്യത്തെ പ്രാഥമിക, ദ്വിതീയ, തൃതീയ മേഖലകളിലായി ഉത്പാദിപ്പിക്കപ്പെടുന്ന വിവിധ സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ആകെ പണമൂല്യത്തെ ആണ് ദേശീയ വരുമാനം അഥവാ നാഷണൽ ഇൻകം എന്ന് അറിയപ്പെടുന്നതെന്ന് ഓർത്തു വെക്കുക. ചിലപ്പോൾ ഇങ്ങനെ ചോദിക്കാം, അതായത് പ്രാഥമിക, ദ്വിതീയ, തൃതീയ മേഖലകളിലായി ഉത്പാദിപ്പിക്കപ്പെടുന്ന വിവിധ സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ആകെ പണമൂല്യത്തെ അറിയപ്പെടുന്ന പേര് എന്താണെന്ന് ചോദിച്ചാൽ എന്താണ്? നമ്മുടെ ദേശീയ വരുമാനം എന്ന് ഓർത്തു വെക്കണം. ഓക്കെ, അപ്പോൾ എന്താണ് വരുമാന രീതി അഥവാ ഇൻകം മെത്തേഡ് എന്ന് നോക്കാം. അതായത് ഒരു സാമ്പത്തിക വർഷത്തിൽ എന്ന് പറയുമ്പോൾ ഉൽപാദക ഘടകങ്ങളായ എന്തൊക്കെ വരാം? ഭൂമി വരാം, തൊഴിൽ വരാം, മൂലധനം, സംഘാടനം എന്നിവയ്ക്ക് ലഭിക്കുന്ന പ്രതിഫലങ്ങളായ പാട്ടം, വേതനം, പലിശ, ലാഭം തുടങ്ങിയവയുടെ പണമൂല്യത്തിന്റെ അടിസ്ഥാനത്തിൽ ദേശീയ വരുമാനം കണക്കാക്കുന്ന രീതിയാണ് വരുമാന രീതി. അതായത് നമ്മളിപ്പോൾ ഒരു ബിസിനസ് തുടങ്ങുമ്പോൾ അതിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന എന്താണ്? വേതനമാവാം, അല്ലെങ്കിൽ അതിൽ നിന്ന് ലഭിക്കുന്ന ലാഭമാവാം, അല്ലെങ്കിൽ അതിൽ നിന്ന് ലഭിക്കുന്ന പലിശയാവാം, അല്ലെങ്കിൽ പാട്ടമാവാം തുടങ്ങിയവയുടെ പണമൂല്യത്തിന്റെ അടിസ്ഥാനത്തിൽ ദേശീയ വരുമാനം കണക്കാക്കുന്ന രീതിയെയാണ് വരുമാന രീതി എന്ന് അറിയപ്പെടുന്നത്. അതായത് ദേശീയ വരുമാന അഥവാ നാഷണൽ ഇൻകം എന്ന് പറയുന്നത് R+W+I+P. അതായത് R എന്ന് പറയുന്നത് പാട്ടം അഥവാ റെന്റ്, W എന്ന് പറയുന്നത് വേജ് അഥവാ വേതനം, I എന്ന് പറയുന്നത് പലിശ അഥവാ ഇൻട്രസ്റ്റ്, P എന്ന് പറയുന്നത് ലാഭം അല്ലെങ്കിൽ പ്രോഫിറ്റ്. അതിന്റെ ഒരു ഇക്വേഷനാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇൻകം മെത്തേഡിൽ എങ്ങനെയാണ് കണക്കാക്കുന്നത് ദേശീയ വരുമാനം? R+W+I+P. ഇത് ഓർത്തു വെക്കുക. അപ്പോൾ അതുപോലെ തന്നെ രാജ്യത്തിന്റെ ദേശീയ വരുമാനത്തിൽ ഓരോ ഉൽപാദന ഘടകങ്ങൾക്ക് ലഭിക്കുന്ന വരുമാനം എത്രത്തോളമാണെന്ന് മനസ്സിലാക്കാൻ ഈ രീതി വളരെ സഹായകമാണ്. അതായത് വരുമാന രീതിയിലൂടെ കണക്കാക്കാൻ കഴിയുന്നത് മൊത്ത ദേശീയ വരുമാനമാണ്. അപ്പോൾ മൊത്ത ദേശീയ വരുമാനം കണക്കാക്കുന്ന മെത്തേഡ് ഏതാണ്? ഇൻകം മെത്തേഡ് അല്ലെങ്കിൽ വരുമാന രീതി എന്ന് അറിയപ്പെടുന്നു. അപ്പോൾ മൊത്ത ദേശീയ വരുമാനത്തെ അറിയപ്പെടുന്ന പേരെന്താണ്? ഗ്രോസ് നാഷണൽ ഇൻകം അഥവാ GNI. എന്താണ് GNIയുടെ ഫുൾ ഫോം എന്താണ്? ഗ്രോസ് നാഷണൽ ഇൻകം. ഇത് വരുമാന രീതിയിലൂടെ കണക്കാക്കാൻ കഴിയുന്നത് എന്താണ്? മൊത്തം ദേശീയ വരുമാനമാണ് എന്ന് ഓർത്തുവെക്കുക. ഓക്കെ, അടുത്തത് ലെറ്റസ് സി. ചെലവ് രീതി അഥവാ എക്സ്പെൻഡിച്ചർ മെത്തേഡ് എന്ന് പറയുന്നത് എന്താണ്? അതായത് ഒരു സാമ്പത്തിക വർഷത്തിൽ രാജ്യത്തെ വിവിധ സാമ്പത്തിക പ്രവർത്തനങ്ങൾക്കായി വിനിയോഗിക്കുന്ന സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ആകെ ചെലവിന്റെ അടിസ്ഥാനത്തിൽ ദേശീയ വരുമാനം കണക്കാക്കുന്നത്. അതായത് എന്തിനൊക്കെയാണ് നമുക്ക് ചെലവായത്, ആ ഒരു ചെലവിന്റെ അടിസ്ഥാനത്തിലാണ് ദേശീയ വരുമാനം കണക്കാക്കുന്ന രീതിയാണ് എക്സ്പെൻഡിച്ചർ മെത്തേഡ് അല്ലെങ്കിൽ ചെലവ് രീതി എന്ന് പറയുന്നത് എന്ന് ഓർത്തു വെക്കുക.
അപ്പോൾ അതുപോലെ തന്നെ ഈ സാമ്പത്തിക ശാസ്ത്രത്തിൽ സാധനങ്ങളും സേവനങ്ങളും വാങ്ങുന്നതിന് വേണ്ടിയുള്ള ചെലവിനൊപ്പം, അതായത് കൺസപ്ഷൻ എക്സ്പെൻഡിച്ചർ, നിക്ഷേപവും ചെലവായാണ് ഇൻവെസ്റ്റ്മെന്റ് എക്സ്പെൻഡിച്ചർ പരിഗണിക്കപ്പെടുന്നത്. ഉപഭോഗ ചെലവ്, നിക്ഷേപ ചെലവ് എന്നിവയോടൊപ്പം സർക്കാർ ചെലവും ഗവൺമെന്റ് എക്സ്പെൻഡിച്ചർ, അറ്റ കയറ്റുമതി മൂല്യം അല്ലെങ്കിൽ നെറ്റ് എക്സ്പോർട്ട് വാല്യൂ കൂടി ചേർന്നതാണ് രാജ്യത്തെ ആകെ ചിലവ്. അപ്പോൾ രാജ്യത്തെ ആകെ ചെലവ് കണക്കാക്കുന്നത് ഏതൊക്കെ ചേർന്നിട്ടാണ്? കൺസപ്ഷൻ എക്സ്പെൻഡിച്ചർ വരും, ഇൻവെസ്റ്റ്മെന്റ് എക്സ്പെൻഡിച്ചർ വരും, ഗവൺമെന്റ് എക്സ്പെൻഡിച്ചർ വരും. അത് കഴിഞ്ഞിട്ടാണ് നെറ്റ് എക്സ്പോർട്ട് വാല്യൂവും കൂടി ചേർന്ന് വരുന്നതാണ് രാജ്യത്തിന്റെ ആകെ ചെലവ്. അതായത് എക്സ്പെൻഡിച്ചർ മെത്തഡ് ഇങ്ങനെയാണ് കണക്കാക്കുന്നത്. അതായത് ദേശീയ വരുമാനം കണക്കാക്കുന്നത് എങ്ങനെയാണ്? C+I+G+X-M എന്നാണ് കണക്കാക്കുന്നത്. അതായത് സി എന്ന് പറയുന്നത് കൺസപ്ഷൻ എക്സ്പെൻഡിച്ചർ, അതായത് ഐ എന്ന് പറയുന്നത് ഇൻവെസ്റ്റ്മെന്റ് എക്സ്പെൻഡിച്ചർ, ജി എന്ന് പറയുന്നത് ഗവൺമെന്റ് എക്സ്പെൻഡിച്ചർ, X-M എന്ന് പറയുന്നത് എന്താണ്? എക്സ് എന്ന് പറയുന്നത് രാജ്യത്തിന്റെ കയറ്റുമതി എന്ന് പറയാം. എം എന്ന് പറയുന്നത് രാജ്യത്തിന്റെ ഇറക്കുമതി, അതായത് എക്സ്പോർട്ടും ഇമ്പോർട്ടും ഉണ്ട് അല്ലെ. അഥവാ അറ്റ കയറ്റുമതി എന്ന് പറയുന്നത് ഇതാണ്, നെറ്റ് എക്സ്പോർട്ട് ആണ്. ഇതെല്ലാം കൂടി ഇൻക്ലൂഡ് ചെയ്യുമ്പോഴാണ് ഈ ദേശീയ വരുമാനത്തിന്റെ അതായത് ചെലവ് രീതി എന്ന് പറയുന്നത് എന്താണെന്ന് നമുക്ക് കണക്കാക്കാൻ പറ്റുന്നത്. അതായത് ദേശീയ വരുമാനം എന്ന് പറയുന്നത് എങ്ങനെയാണ്? C+I+G+X-M എന്നാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ രാജ്യത്തെ മൊത്തം ദേശീയ ചെലവിനെ ആണ് ഗ്രോസ് നാഷണൽ എക്സ്പെൻഡിച്ചർ അഥവാ GNE. നേരത്തെ നമ്മൾ GNI പഠിച്ചു, ഗ്രോസ് നാഷണൽ ഇൻകം. അതായത് എന്താണ്? മൊത്ത ദേശീയ വരുമാനമാണ്. ഇവിടെ മൊത്തം ദേശീയ ചെലവിനെ എങ്ങനെയാണ് അറിയപ്പെടുന്നത്? GNE, ഗ്രോസ് നാഷണൽ എക്സ്പെൻഡിച്ചർ എന്ന് ഓർത്തു വെക്കുക. ദേശീയ വരുമാനം കണക്കാക്കുന്നതിനുള്ള 3 രീതികൾ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തു അല്ലെ. അപ്പോൾ ഉൽപ്പന്ന രീതിയിലൂടെ രാജ്യത്തെ പ്രാഥമിക, ദ്വിതീയ, തൃതീയ മേഖലകളിൽ ഉത്പാദിപ്പിക്കപ്പെടുന്ന വിവിധ സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ആകെ പണമൂല്യവും, അതുപോലെ വരുമാന രീതിയിലൂടെ മൊത്ത ദേശീയ വരുമാനവും, ചെലവ് രീതി പ്രകാരം മൊത്ത ദേശീയ ചിലവും ലഭിക്കുന്നുവെന്ന് നമ്മൾ പഠിച്ചു അല്ലെ. ഈ 3 രീതികളിലൂടെയും ദേശീയ വരുമാനം കണക്കാക്കിയാൽ ഒരേ ഫലമാണ് നമുക്ക് ലഭ്യമാവുക. അതായത് ദേശീയ വരുമാനം എന്ന് പറയുന്നത് മൊത്തം ഉൽപ്പന്നത്തിന്റെയും മൊത്തം വരുമാനത്തിന്റെയും മൊത്തം ചെലവിന്റെയും അടിസ്ഥാനത്തിൽ കണക്കാക്കിയാൽ ഫലം ഒന്ന് തന്നെ ആയിരിക്കും. അതായത് അവസാനം അതിന്റെ കൺക്ലൂഷൻ എന്ന് പറയുന്നത് എന്താണ്? എല്ലാത്തിന്റെയും ഫലം എന്ന് പറയുന്നത് ഒരേ ഫലമായിരിക്കും എന്നാണ് പറയുന്നത്. അടുത്തതായി ഇവിടെ കുറച്ച് കൊടുത്തിട്ടുണ്ട്. അതായത് നമ്മൾ കുറച്ച് മുന്നേ പഠിച്ചു അല്ലെ, സർക്കാർ ചിലവ് അഥവാ ഗവൺമെന്റ് എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത് എന്താണ്? അതായത് ജനക്ഷേമ ലക്ഷ്യമാക്കി സർക്കാർ നടത്തുന്ന എല്ലാ പ്രവർത്തനങ്ങൾക്കും ആവശ്യമായി വരുന്ന ചിലവാണ് സർക്കാർ ചിലവ് അഥവാ പൊതു ചിലവ് എന്നറിയപ്പെടുന്നത്. സർക്കാർ ചിലവുകളെ വികസന ചിലവുകൾ അല്ലെങ്കിൽ ഡെവലപ്മെന്റൽ എക്സ്പെൻഡിച്ചർ, വികസനേതര ചിലവുകൾ അല്ലെങ്കിൽ നോൺ ഡെവലപ്മെന്റൽ എക്സ്പെൻഡിച്ചർ എന്നിങ്ങനെ തരംതിരിക്കുക. അപ്പോൾ ഗവൺമെന്റ് എക്സ്പെൻഡിച്ചറിനെ രണ്ടായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. ഡെവലപ്മെന്റൽ എക്സ്പെൻഡിച്ചർ എന്നും നോൺ ഡെവലപ്മെന്റൽ എക്സ്പെൻഡിച്ചർ എന്നും കണക്കാക്കുന്നു എന്ന് ഓർത്തു വെക്കുക. എന്താണ് ഉപഭോഗ ചെലവ് അല്ലെങ്കിൽ കൺസപ്ഷൻ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത്? ഉപഭോക്താക്കൾ ഉപഭോഗത്തിനായി സാധനങ്ങളും സേവനങ്ങളും വാങ്ങുന്നതിന് വേണ്ടി ചെലവാക്കുന്ന മൊത്തം തുകയെയാണ് ഉപഭോഗ ചെലവെന്ന് അറിയപ്പെടുന്നത്. അപ്പോൾ എന്താണ്? ഉപഭോഗത്തിനായി സാധനങ്ങളും സേവനങ്ങളും ഉപഭോക്താക്കൾ വാങ്ങുന്നതിന് വേണ്ടി ചെലവാക്കുന്ന മൊത്തം തുകയാണ് ഉപഭോഗ ചെലവെന്ന് അറിയപ്പെടുന്നത്. എന്താണ് നിക്ഷേപ ചെലവ് അഥവാ ഇൻവെസ്റ്റ്മെന്റ് എക്സ്പെൻഡിച്ചർ? അതായത് മൂലധനം ഉൽപ്പന്നങ്ങളുടെ മേൽ വ്യവസായ യൂണിറ്റുകളോ വ്യക്തികളോ സ്ഥാപനങ്ങളോ ചെലവാക്കുന്ന മൊത്തം ചെലവിനെയാണ് നിക്ഷേപ ചെലവ്, അതായത് നമ്മൾ ക്യാപിറ്റൽസ് എന്ന് പറയുന്നത് അതാണ്. ഭൂമിക്ക് വേണ്ടിയുള്ള ചിലവ്, യന്ത്രങ്ങൾക്ക് വേണ്ടിയുള്ള ചിലവ് തുടങ്ങിയവയ്ക്ക് നിക്ഷേപ ചെലവിന് ചില ഉദാഹരണങ്ങളാണ്. അതായത് നമുക്കറിയാം, ഇപ്പോൾ ഒരു ബിസിനസ് തുടങ്ങണമെങ്കിൽ എന്ത് വേണം? അതിന് ഭൂമി വേണം, യന്ത്രം വേണം അല്ലേ. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ എന്താണോ ഇൻവെസ്റ്റ് ചെയ്യുന്നത് അതാണ് ദാറ്റ് ഈസ് കോൾഡ് ഇൻവെസ്റ്റ്മെന്റ് എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത്. അടുത്തത് അറ്റ കയറ്റുമതികൾ അഥവാ നെറ്റ് എക്സ്പോർട്ട്സ് എന്ന് പറയുന്നത് എന്താണ്? രാജ്യത്തിന്റെ കയറ്റുമതി മൂല്യവും ഇറക്കുമതി മൂല്യവും തമ്മിലുള്ള വ്യത്യാസത്തെയാണ് എന്ത് പറയുന്നത്? നെറ്റ് എക്സ്പോർട്ട്സ് അഥവാ അറ്റ കയറ്റുമതി എന്ന് അറിയപ്പെടുന്നത്. അപ്പോൾ ചിലപ്പോൾ ഇങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻ ചോദിക്കുക, രാജ്യത്തിന്റെ കയറ്റുമതി മൂല്യവും ഇറക്കുമതി മൂല്യവും തമ്മിലുള്ള വ്യത്യാസത്തെ അറിയപ്പെടുന്ന പേരെന്താണെന്ന് ചോദിച്ചാൽ എന്താണ്? നെറ്റ് എക്സ്പോർട്ട്സ് എന്ന് ഓർത്തു വെക്കുക. അപ്പോൾ ഇതെല്ലാം നല്ലപോലെ വായിച്ചു വെക്കണമെങ്കിൽ നമുക്കിത് ഇതിൽ നിന്ന് ഏത് ക്വസ്റ്റ്യൻ ചോദിച്ചാലും എഴുതാൻ പറ്റത്തുള്ളൂ അല്ലേ. അടുത്തത് മൊത്ത ആഭ്യന്തര ഉൽപ്പന്നവും മൊത്ത ദേശീയ ഉൽപ്പന്നവും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? അതായത് ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് അഥവാ GDP അല്ലെങ്കിൽ ഗ്രോസ് നാഷണൽ പ്രോഡക്റ്റ് അല്ലെങ്കിൽ GNP ഇത് തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നാണ് നമ്മൾ അടുത്ത് നോക്കാൻ പോകുന്നത്. അപ്പം
ഒരു സാമ്പത്തിക വർഷത്തിൽ, അതായത് രാജ്യത്തിന്റെ ആഭ്യന്തര അതിർത്തിക്കുള്ളിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന അന്തിമ സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ആകെ പണമൂല്യത്തെ ആണ് എന്തെന്നറിയപ്പെടുന്നത്? GDP അഥവാ മൊത്ത ആഭ്യന്തര ഉൽപ്പന്നം എന്ന് അറിയപ്പെടുന്നത്. അത് വായിച്ചു വെക്കുക. ഒരു രാജ്യത്തെ ഗവൺമെന്റിന്റെ അധീനതയിലുള്ളതും സാമ്പത്തിക പ്രവർത്തനങ്ങൾക്ക് പൂർണ്ണ സ്വാതന്ത്ര്യമുള്ളതുമായ ഭൂപ്രദേശത്തെയാണ് ആഭ്യന്തര അതിർത്തി എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. മൊത്തം ആഭ്യന്തര അതിർത്തി ഉൽപ്പന്നം കണക്കാക്കുമ്പോൾ വിദേശത്ത് ജോലി ചെയ്യുന്ന വ്യക്തികളുടെ വരുമാനം, വിദേശ രാജ്യങ്ങളിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളുടെയും സംരംഭങ്ങളുടെയും ലാഭം എന്നിവ ഇതിൽ ഉൾപ്പെടുന്നില്ല എന്നാണ് മനസ്സിലാക്കേണ്ടത്. അതുപോലെ ഉദാഹരണത്തിന് അതായത് വിദേശ രാജ്യത്ത് പ്രവർത്തിക്കുന്ന ഒരു ഇന്ത്യൻ കമ്പനിയുടെ സാമ്പത്തിക നേട്ടങ്ങൾ ഇന്ത്യയുടെ മൊത്ത ആഭ്യന്തര ഉൽപാദനത്തിൽ ഉൽപ്പന്നത്തിൽ ഉൾപ്പെടുന്നില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. മൊത്ത ആഭ്യന്തര ഉൽപ്പന്നം എന്ന് പറയുന്നത് എന്താണ്? ഒരു സമ്പദ് വ്യവസ്ഥയുടെ വിവിധ മേഖലകളിൽ നിന്നുള്ള സംഭാവന വിശകലനം ചെയ്യാൻ അനുയോജ്യമായ ഒന്നാണ് എന്താണ് മൊത്തം ആഭ്യന്തര ഉൽപ്പന്നം എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ ഒരു രാജ്യത്തിന്റെ സാമ്പത്തിക അതിർത്തി അഥവാ എക്കണോമിക് ടെറിട്ടറി ഓഫ് കൺട്രി എന്ന് പറയുന്നത് എന്താണെന്ന് നോക്കാം. രാജ്യത്തിന്റെ സാമ്പത്തിക അതിർത്തിയിൽ ഉൾപ്പെടുന്നവ വ്യോമാതിർത്തി, ജലാതിർത്തി എന്നിങ്ങനെ തിരിച്ചിട്ടുണ്ട്. അതുപോലെ മറ്റൊരു രാജ്യത്ത് സ്ഥിതി ചെയ്യുന്ന രാജ്യത്തിന്റെ എംബസികൾ, ഹൈ കമ്മീഷനുകൾ ഇതും വരും ഇതില്. അതുപോലെ പ്രത്യേക അവകാശങ്ങളുള്ള മേഖലകൾ, മത്സ്യബന്ധനം നടത്തുന്നതിനോ കടലിന് അടിത്തട്ടിലുള്ള ഇന്ധനം, ധാതുക്കൾ ഇവ ശേഖരിക്കുന്നതിനോ അവകാശമുള്ള സമുദ്രഭാഗമാണിത്. കസ്റ്റംസ് നിയന്ത്രണത്തിന് കീഴിലുള്ള ഓഫ് ഷോർ സംരംഭങ്ങൾ നടത്തുന്ന ഫ്രീ സോണുകളും ഇതിൽ ഉൾപ്പെടുന്നു. അതുപോലെ തന്നെ ഇന്ത്യക്കകത്തുള്ള മറ്റു രാജ്യത്തിന്റെ എംബസികൾ, ഹൈക്കമ്മീഷനുകൾ എന്നിവ നമ്മുടെ സാമ്പത്തിക അതിർത്തിയിൽ ഉൾപ്പെടുന്നില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ഇന്ത്യയുടെ, അതായത് നമ്മുടെ രാജ്യത്തിന്റെ സാമ്പത്തിക അതിർത്തിയിൽ ഉൾപ്പെടുന്നവ ഏതൊക്കെയെന്ന് വായിച്ചു വെക്കുക, ഉൾപ്പെടാത്തവ ഏതൊക്കെയെന്ന് നോക്കി വെക്കുക. അതുപോലെ ആഭ്യന്തര ഉൽപ്പന്നത്തോടൊപ്പം ഇന്ത്യക്കാരും ഇന്ത്യൻ സംസ്ഥാനങ്ങളും വിദേശങ്ങളിൽ നിന്നും നേടുന്ന വരുമാനം കൂട്ടുകയും അതിൽ നിന്ന് വിദേശികളും വിദേശ സ്ഥാപനങ്ങളും ഇന്ത്യയിൽ നിന്ന് നേടുന്ന വരുമാനം കുറയ്ക്കുകയും ചെയ്യുമ്പോൾ മൊത്തം ദേശീയ ഉൽപ്പന്നം എങ്ങനെ കിട്ടുന്നു എന്ന് ചോദിച്ചാൽ ഇങ്ങനെയാണ് മൊത്തം ദേശീയ ഉൽപ്പന്നം കിട്ടുന്നത്. അപ്പൊ അത് വായിച്ചു വെക്കുക. അതായത് സാമ്പത്തിക വർഷം രാജ്യത്തെ നിവാസികൾ സ്വദേശത്തും വിദേശത്തുമായി ഉൽപ്പാദിപ്പിക്കുന്ന എല്ലാ അന്തിമ സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ആകെ മൂല്യത്തെയാണ് മൊത്തം ദേശീയ ഉൽപ്പന്നം എന്ന് അറിയപ്പെടുന്നത്. അപ്പൊ എന്താണ്? സ്വദേശത്തും വിദേശത്തും ഉൽപ്പാദിപ്പിക്കുന്ന എല്ലാ അന്തിമ സാധനങ്ങളുടെയും സേവനങ്ങളുടെ ആകെ മൂല്യത്തെയാണ് മൊത്ത ദേശീയ ഉൽപ്പന്നം എന്ന് അറിയപ്പെടുന്നത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാൻ സമയമായി. Okay, don't forget to watch my channel. If you like my channel, please like, share and subscribe. Okay, see you tomorrow. Okay, thank you.